തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിച്ചു LDF-ന്. അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. തോൽവി അംഗീകരിക്കുന്നുണ്ട്. പിന്നെ CPM അംഗീകരിക്കുന്നുണ്ട് തോൽവിയാണ്. അത് വലിയ തോൽവി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും തോൽവി സംഭവിച്ചു. അപ്പൊ ഈ ഒരു ഘട്ടത്തില് MV ഗോവിന്ദൻ മാഷ് രാജിവെക്കണമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമായിട്ട് നിപ്പുണ്ട്. കാരണം ഒരു നേതൃത്വം പരാജയപ്പെട്ടു. അപ്പൊ ആ നേതൃത്വത്തെ കൊണ്ട് നടന്ന ആൾക്കാർക്കാണല്ലോ അതിന്റെ ഉത്തരവാദിത്വം എന്ന് പൊതുവെ പറയപ്പെടുന്നത്. അപ്പൊ ഇപ്പം എല്ലാ ഉത്തരവാദിത്വവും ഗോവിന്ദൻ മാഷിലോട്ട് കൊണ്ടുപോയിട്ട് MV ഗോവിന്ദൻ രാജിവെക്കണമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ചർച്ചാ വിഷയം. എന്താണ് പറയാനുള്ളത്? കാരണം തെരഞ്ഞെടുപ്പിന്റെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞു തോൽവി നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും പറയാനുള്ളത്? MV ഗോവിന്ദൻ മാഷ് രാജിവെക്കണമെന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തവണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ മുൻനിരയിൽ നിന്ന് നയിച്ചത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ തന്നെയാണ്. എന്ന് വെച്ച് പിണറായി വിജയൻ രാജിവെക്കണമെന്നില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ നിന്നുണ്ട്. അദ്ദേഹം ഇതിന് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു, മീറ്റ് ദ പ്രസ് പോലെയുള്ള പരിപാടികളിൽ സംസാരിക്കുന്നു, നേരിട്ട് ആശയ സംവേദനത്തിന് തയ്യാറെടുക്കുന്നു. അങ്ങനെ തുടങ്ങി നിരവധിയായ ജനങ്ങളുമായി ഇഴുകിച്ചേർന്നുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുന്നത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കണ്ട കൂട്ടത്തിലാണ്. MV ഗോവിന്ദനും അതേപോലെ തന്നെയാണ്. MV ഗോവിന്ദനും മാധ്യമങ്ങളെ കാണുന്നു, പാർട്ടിയുടെ നിലപാടുകൾ വളരെ കൃത്യമായി അവതരിപ്പിക്കുന്നു. അതിലൊന്നും MV ഗോവിന്ദൻ മാഷിന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കൃത്യമായ ചില കൺസോളിഡേഷൻസ് പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ചില കാര്യങ്ങൾ പലയിടങ്ങളിലും നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പലയിടങ്ങളിലും UDF-ഉം BJP-യും തമ്മിൽ ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ പലയിടങ്ങളിലും അങ്ങനെ ഒരു നീക്കുപോക്കുകൾ നടന്നിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയിലാണെങ്കിലും തൃശ്ശൂരിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ BJP-ക്ക് മേൽക്കൈ നേടിയിട്ടുള്ള ഏതൊരു മേഖല എടുത്തു നോക്കിയാലും അവിടെയെല്ലാം UDF-ന്റെ വോട്ട് തുലവും കുറവാണ്. ഏകദേശം ഒരു 1000, 2000, 3000 ഒക്കെ അല്ലെങ്കിൽ 4000 മുതൽ 6000 വരെയൊക്കെ വോട്ട് ലഭിക്കേണ്ട പല ഭാഗങ്ങളിലും 1000-ൽ താഴെ വോട്ട് മേടിച്ചുകൊണ്ടാണ് UDF ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ MV ഗോവിന്ദൻ മാഷിന് ഈ തോൽവിയിൽ യാതൊരു പങ്കുമില്ല. പിണറായി വിജയന് യാതൊരു പങ്കുമില്ല. ഭരണവിരുദ്ധ വികാരമായി അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഭരണവിരുദ്ധ വികാരം ഈ സംസ്ഥാനത്തുണ്ട് എന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ പാർട്ടി ചില കാര്യങ്ങളിൽ നീക്കുപോക്കുകൾ വരുത്തേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ പാർട്ടിക്ക് മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ഒരു ഓവർ കോൺഫിഡൻസ് പാർട്ടിക്ക് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന നമ്മുടെ പെൻഷൻ വർദ്ധിപ്പിച്ചു, 2000 എന്ന് പറയുന്ന നിലയിലേക്ക് പെൻഷൻ എത്തിക്കുന്നു. പെൻഷൻ എത്തിച്ചപ്പോൾ തന്നെ സ്വാഭാവികമെന്നോണം ഒരു പെൻഷൻ എത്തിക്കുന്നു. അതോടൊപ്പം വനിതകൾക്കായി, വീട്ടമ്മമാർക്കായിട്ട് പെൻഷൻ പദ്ധതി, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ഒരു കണക്ട് വർക്ക് എന്ന് പറയുന്ന രീതിയിൽ ഒരു 1000 രൂപ, അങ്ങനെ തുടങ്ങി ക്ഷേമ പദ്ധതികളിൽ വർധനവ് വരുത്താനും ചില പുതുതായിട്ടുള്ള പലതും അവതരിപ്പിക്കാനും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓവർ കോൺഫിഡൻസിലേക്ക് പോയി. ഇത് വലിയ പ്രവർത്തനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അവതരിപ്പിച്ചു, അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ അത് വേണ്ട വിധത്തിൽ അത് എന്താ പറയുന്നേ, അതിന്റെ ഒരു പ്രചാരം നടത്താനും ഒന്നും അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് പലതിന്റെ ഇടയിൽ മുങ്ങിപ്പോയി. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനങ്ങൾക്ക് എത്തിച്ചില്ല എന്ന് മാത്രമല്ല, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഓവർ കോൺഫിഡൻസ്, അമിതാത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യം പലപ്പോഴും CPM-ന് തോന്നിയിട്ടുണ്ട്. അതിനൊക്കെ കിട്ടിയ ഒരു മറുപടി എന്നുള്ള നിലയിൽ മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ കഴിയൂ എന്നുള്ളതാണ്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു എന്ന് കരുതിക്കൊണ്ട് രാജിവെക്കേണ്ട ഒരാളാണോ ഒരു പാർട്ടി സെക്രട്ടറി? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാനും വേണ്ടിയിട്ടും പാർട്ടിയിലെ എല്ലാ അംഗങ്ങളും തെരഞ്ഞെടുക്കുന്ന ഒരു നേതാവാണ് പാർട്ടി സെക്രട്ടറി. UDF-ലെയോ അല്ലെങ്കിൽ കോൺഗ്രസിലെയോ പോലെ 3, 4 അല്ലെങ്കിൽ 10, 50 ജനറൽ സെക്രട്ടറിമാരോ ഒന്നും ഉള്ളൊരു പാർട്ടിയല്ല CPM. ഇപ്പം MV ഗോവിന്ദൻ പറയുന്നതാണ് പാർട്ടിയുടെ നിലപാട്. അല്ലാതെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന 3, 4 അല്ലെങ്കിൽ 10 ജനറൽ സെക്രട്ടറിമാർ പറയുന്നതല്ല ഒരു പാർട്ടിയുടെ നിലപാട്. ഇവിടെ ഒരു പാർട്ടിയുണ്ട്, ആ പാർട്ടിക്ക് കൃത്യമായ നിലപാടുകൾ പറയാൻ വേണ്ടി പാർട്ടി സെക്രട്ടറിയായി MV ഗോവിന്ദൻ മാഷുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ MV ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന ഒരാൾ രാജിവെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ പാർട്ടി വോട്ടുകൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലാണ്. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഇപ്പൊ നിൽക്കുന്ന ഒരു സ്റ്റാൻഡ്, ഇപ്പൊ ഞാൻ മുൻപ് ഉള്ള ഒരു വിശകലനത്തിലേക്ക് പോകുന്നില്ല. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മണ്ഡലം അനുസരിച്ച് പിന്നെ CPM-ന് എത്ര വോട്ട് കിട്ടിയെന്നോ അല്ലെങ്കിൽ LDF-ന് എത്ര വോട്ട് കിട്ടിയെന്നോ ഒന്നും അതിനെക്കുറിച്ച് ചർച്ചയിലേക്ക് പോകുന്നില്ല.
തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം, തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം, തൃശ്ശൂർ ജില്ലയിൽ 11 മണ്ഡലങ്ങളിൽ 13 മണ്ഡലങ്ങളിൽ 11 നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ CPM-ന് കഴിഞ്ഞ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതൊക്കെ വലിയ നേട്ടം തന്നെയാണ്. അതിനൊന്നും ഒരിക്കലും വില കുറച്ച് കാണിക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു വലിയ മുന്നേറ്റം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. മുന്നേറ്റം എന്ന് വെച്ചാൽ ഒരു മണ്ഡലം ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 58-60 സീറ്റുകൾ പിടിക്കാൻ സാധ്യതയുണ്ട്, വിജയിച്ചിട്ടുണ്ട്. കായംകുളം എന്ന് പറയുന്നത് BJP-ക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രനെ 1ാം സ്ഥാനത്ത് എത്തിച്ച ഒരു നിയോജക മണ്ഡലമാണ് ആ കായംകുളം. പക്ഷേ ആ കായംകുളത്ത് തിരിച്ച് ഇടതുപക്ഷം 1ാം സ്ഥാനത്തേക്ക് വരുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പലയിടങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുമ്പോൾ വീണുപോയി എന്ന് കരുതിയ പലയിടങ്ങളിലും തിരിച്ചൊരു വരവ് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞു വരുന്നത് പോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളത്. കാര്യം സംസ്ഥാന സർക്കാരിനെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് അടുത്ത 5 വർഷം നമ്മുടെ കേരളത്തിലുള്ളവരെ ആര് ഭരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചിന്തയുണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ പറയാൻ വന്ന പൊതു തെരഞ്ഞെടുപ്പ്. ആ പൊതു തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കണം. ആ പൊതു തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി പാർട്ടി എന്തെല്ലാം തരത്തിൽ മാറ്റങ്ങൾ വരുത്തണം. ഇപ്പം അടിസ്ഥാനപരമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അടിത്തറ എങ്ങനെ വിപുലീകരിക്കണം. അടിത്തറ വിപുലീകരിക്കുക എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു പാർട്ടിയുടെയും പ്രവർത്തന ശൈലി എപ്പോഴും അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തന ശൈലി ഉണ്ടാവണം. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും പാർട്ടിക്ക് അങ്ങനെ ഒരു മുഖം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട ആ മുഖത്തെ തിരിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം എപ്പോഴും പാർട്ടി സെക്രട്ടറിയിൽ നിക്ഷിപ്തമാണ്. അങ്ങനെ പലയിടങ്ങളിലും ഇപ്പം സ്കാറ്ററായി കിടക്കുന്ന ചില മേഖലാ കമ്മിറ്റികൾ ഉണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ലോക്കൽ കമ്മിറ്റികളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചില വിഭാഗീയത ചിലയിടത്ത് നിലനിൽക്കുന്നു. അത് ഈ പ്രാദേശിക നേതാക്കന്മാരെ ചുറ്റിപ്പറ്റിയാണ് ഈ വിഭാഗീയത നിലനിൽക്കുന്നത് പലയിടങ്ങളിലും. അപ്പം ലോക്കൽ കമ്മിറ്റികളിലും അതോടൊപ്പം തന്നെ ബ്രാഞ്ച് കമ്മിറ്റികളിലും ചിലപ്പം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇത്തരത്തിലുള്ള ബ്രാഞ്ച് കമ്മിറ്റികളാണെങ്കിലും ലോക്കൽ കമ്മിറ്റികളാണെങ്കിലും ഏരിയ കമ്മിറ്റികളാണെങ്കിലും കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെ അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാക്കുന്ന തരത്തിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ള വിശാലമായ ഒരു പ്രവർത്തനം ക്രോഡീകരിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം ഇപ്പോഴും ഇനി നമ്മുടെ നിയമസഭാ ഇലക്ഷൻ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇനിയും നമ്മുടെ പാർട്ടി ഇനിയിപ്പോ പറഞ്ഞല്ലോ എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകളെ നീക്കം ചെയ്യാൻ ഇപ്പോഴും MV ഗോവിന്ദൻ മാഷ് ശക്തനാണെന്ന് തന്നെയാണ് ചേട്ടൻ പറയുന്നത്. അതെ അതെ, ഗോവിന്ദ മാഷ് എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ശക്തനാണ്. അദ്ദേഹത്തിന്റെ പിൻബലത്തോടു കൂടി വേണം ഞാൻ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ. അങ്ങനെ ഏകോപിപ്പിച്ചുകൊണ്ട് ആ പാർട്ടിയെ മുന്നോട്ട് നയിക്കേണ്ടത് MV ഗോവിന്ദ മാഷ് തന്നെയാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ. അവിടെ ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ശക്തനായ മുഖ്യമന്ത്രി ഉണ്ടാവും. അദ്ദേഹവും ഇതിനകത്ത് കൃത്യമായി ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അതേസമയം മറ്റു പാർട്ടികളിലേക്കൊന്ന് പരിശോധിച്ച് നോക്കൂ. മറ്റു പാർട്ടികളിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തുടർഭരണം കിട്ടിയപ്പോൾ എപ്പോഴെങ്കിലും പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നിന്ന് ആർക്കെങ്കിലും മാറ്റം ഉണ്ടായോ? പിടിച്ചു മാറ്റിയതല്ലാതെ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഒരിക്കലും മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പം ഈ പറയുന്ന പോലെ തന്നെയുമല്ല, ഇതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ AK ആന്റണി എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ രാജിവെച്ചൊഴിഞ്ഞു. അവിടെ മുഖ്യമന്ത്രി രാജിവെക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ 2 തവണ രാജിവെക്കേണ്ടിയിരുന്നില്ലേ? അപ്പോൾ അവിടെ രാജിയല്ല വേണ്ടത്, അവിടെ രാജിയല്ല എന്നുള്ള കാര്യം തിരിച്ചറിയണം. എന്തിനാണ് മുഖ്യമന്ത്രിയെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്? സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി. സംസ്ഥാനവും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, സംസ്ഥാനത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന വികസന പദ്ധതികൾ നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഒരു മുഖ്യമന്ത്രിയെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരാളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരാളെ ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി പരാജയപ്പെട്ടു എന്ന് കരുതി രാജിവെക്കുന്നത് ഭീരുക്കളാണ്. അതോടുകൂടി AK ആന്റണി യുഗം അവസാനിച്ചു എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ അവിടെ രാജിയുടെ ആവശ്യമില്ല. അവിടെ രാജിവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് ഒരു മാധ്യമ പ്രചരണമല്ലേ? അല്ലാതെ UDF നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം മാത്രമല്ലേ? അവർക്ക് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ ആകെപ്പാടെ ശബരിമല സ്വർണ്ണ കളവ് കേസ് മാത്രമല്ലേ ഉള്ളൂ? അല്ലാതെ വേറെ എന്താണ് അവർക്ക് പറയാനുള്ളത്? ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കോ ഇടപെടലുകൾക്കോ നടത്തിയിട്ടുണ്ടോ? പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കൊള്ള, അതായത് സ്വർണ്ണക്കൊള്ള കേസ് ഈ UDF പൊക്കിക്കൊണ്ട് വന്നപ്പോൾ അതിനിടെ മുങ്ങിപ്പോയി ഈ പറയുന്ന പെൻഷൻ വർധനയും അങ്ങനെയുള്ള പല കാര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുത്ത, അതായത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തായിരുന്നല്ലോ ഈ പ്രഖ്യാപനങ്ങൾ, പദ്ധതി പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അത് ഈ സ്വർണ്ണക്കൊള്ളയുടെ ഇടയ്ക്ക് മുങ്ങിപ്പോയിട്ടുണ്ടെന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയും നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാര്യം പെൻഷന്റെ ഗുണം ആർക്കൊക്കെ ലഭിച്ചു? എല്ലാവർക്കും ലഭിച്ചു. 3600 രൂപ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു മാസത്തെ കുടിശ്ശികയും ഈ പറയുന്നത് വർദ്ധിപ്പിച്ച 2000 രൂപ പെൻഷനും അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആകെപ്പാടെ പിന്നീടുള്ള ഭരണം സംസ്ഥാന സർക്കാർ കടക്കണിയിലാണ് എന്ന് പറയുന്നു.
കടക്കണിയിലാണെങ്കിൽ പോലും ഇവിടെ കടത്തിന്റെ ഒരു പ്രൊപ്പോർഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്രയൊന്നും സംസ്ഥാന സർക്കാർ എത്തിയിട്ടില്ല. കടത്തെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് CNDG റിപ്പോർട്ടും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ടും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടക്കണിയിൽ എന്ന് പറയുന്ന ഒരു പ്രചരണത്തിന് അർത്ഥമില്ല എന്നുള്ള കാര്യം വ്യക്തമല്ലേ? ഇപ്പൊ തന്നെ ചെയ്ത് എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ, പെൻഷൻ ഉൾപ്പെടെ കൊടുക്കുന്ന പെൻഷൻ കമ്പനികളുടെയും കിഫ്ബിയുടെയും ഒക്കെ കടമെടുപ്പ് പരിധി കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് പലയിടത്തും പിന്നെ ഇപ്പം നമുക്ക് ലഭിക്കേണ്ട പല തുകകളും കട്ട് ചെയ്യുന്നു. ഏകദേശം 6000 കോടി രൂപയോളം നമ്മുടെ കേരളത്തിന്റെ കട്ട് ചെയ്തു. അപ്പൊ ഫലത്തിൽ 5000 ചില്ലുവാൻ രൂപ മാത്രമേ സംസ്ഥാന സർക്കാരിലേക്ക് വരികയുള്ളൂ. അപ്പൊ ഇതെല്ലാം DA കൊടുക്കണം. സംസ്ഥാന സർക്കാരിലെ ജീവനക്കാർക്ക് DA അടക്കമുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. പെൻഷൻ ഇനിയിപ്പോ അടുത്ത ഫെബ്രുവരി നടക്കാൻ പോകുന്ന ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട് KN ബാലഗോപാൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് വേണ്ട ആനുകൂല്യങ്ങൾ എത്തിക്കാനോ കഴിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഈ പറയുന്ന കേന്ദ്ര സർക്കാരെ കടക്കണിയിലല്ല എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ 200 ലക്ഷം കോടിയിലാണ് കടക്കണിയിലായി നിൽക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മൊത്തം കടമാണ് പറയുന്നത്. ഈ 200 ലക്ഷം കോടിയിൽ കടക്കണിയിലായി നിൽക്കുന്ന കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര പദ്ധതി വിഹിതമായി എത്ര രൂപ തരുന്നുണ്ട്? വളരെ കുറച്ചാണ്, നാമമാത്രമായ തുകയാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം ഇവിടെ സംഭവിച്ച പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെട്ടിയത് അല്ലെ, 90-10 എന്ന് പറയുന്ന അനുപാതത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പൊ 60-40 എന്ന് പറയുന്ന അനുപാതത്തിലേക്ക് എത്തുന്നു. അപ്പൊ അവിടെ സംസ്ഥാന സർക്കാരിന് 1600 കോടി രൂപ അധികമായി കണ്ടെത്തേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ ഈ തൊഴിലുറപ്പ് ദിനങ്ങളിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഫലത്തിൽ അതിൽ നിന്ന് എത്രയോ ലക്ഷം പേര് ഈ പറയുന്ന പദ്ധതിയിൽ നിന്ന് പുറത്താകും എന്നുള്ള കാര്യം അവിടെ മറച്ചു പിടിക്കപ്പെട്ടു. അപ്പം ഈ തന്നെയല്ല 100 തൊഴിൽ ദിനങ്ങൾ എന്നുള്ളത് തന്നെ ഇപ്പൊ പ്രാവർത്തികമാക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. 100 തൊഴിൽ ദിനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം 3 മാസം 10 ദിവസം വരും. അപ്പൊ ഇത്രയും പോലും നമ്മുടെ കേരളത്തിൽ തൊഴിൽ ദിനങ്ങൾ അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ 125 ആക്കി ഉയർത്തിയിട്ടുണ്ട്. അപ്പോഴത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒന്നാണോ? അല്ല. അപ്പൊ കേരളം എന്ന് പറയുന്ന കടക്കണിയിലാകാനുള്ള പ്രധാനപ്പെട്ട പല കാരണങ്ങളുമുണ്ട്. അതിലെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് കേന്ദ്രം നമ്മളെ വരിഞ്ഞു മുറുക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല? ഇപ്പൊ ഈ പറയുന്ന പോലെ തൊഴിലുറപ്പ് പദ്ധതിയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പണി. അതിനു മുമ്പ് SSA ഉണ്ടായിരുന്നു. അതിനുള്ള വിട്ടുവീഴ്ച എന്നുള്ള നിലയിലാണ് നമ്മൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. ആ പണം അതിനെ മുടക്കാൻ വേണ്ടി ഇവിടെ ശ്രമം നടന്നില്ലേ? അതും വേണ്ട, നമുക്ക് വേണ്ട. നമ്മളിവിടെ പിന്നെ എന്താ പറയുന്നത്, ഇത് പിന്നെ ഇവിടെ നാഷണൽ NP ഇത് നടപ്പിലാക്കും എന്ന് പറഞ്ഞു, നാഷണൽ പോളിസി NP നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വിവാദം ഉണ്ടാക്കി. അതിനകത്ത് CPI ഇതിനകത്ത് വീണുപോയി. അപ്പൊ ഇങ്ങനെ തുടങ്ങി ഇതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അവകാശങ്ങളും തടയപ്പെടുകയും ചെയ്യപ്പെടുന്നുണ്ട്. എന്നിട്ടാണ് വീണ്ടും ഇങ്ങനെ ഒരു എന്നാൽ അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഇനിയിപ്പം CPM ഭരണത്തിൽ കയറിയില്ല അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരണത്തിൽ കയറിയില്ലെങ്കിൽ അപ്പൊ ഈ പറയുന്ന UDF ഇക്കാര്യങ്ങളെല്ലാം എങ്ങനെ മീറ്റ് ചെയ്യും? UDFിന്റെ കയ്യിലല്ലേ പിന്നെ ഖജനാവ് ഇരിക്കുന്നത്. അല്ല പിന്നെ ഈ ഖജനാവ് പൂട്ടി താക്കോലും കൊണ്ട് പിണറായി വിജയൻ അങ്ങ് പോയില്ലല്ലോ. അപ്പം അന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന KC വേണുഗോപാലോ VD സതീശനോ അല്ലെങ്കിൽ പിന്നെ K സുധാകരനോ K മുരളീധരനോ ആരുടെയെങ്കിലും കയ്യിലായിരിക്കില്ല ഇതിന്റെ താക്കോല്. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പോഴും ഇവർക്ക് ഈ കടക്കണിയിൽ നിന്ന് എങ്ങനെ മുക്തരാകും? അപ്പോഴും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എങ്ങനെ കിട്ടും? അവർ കൊടുക്കില്ല. അവരെന്തുകൊണ്ട് കൊടുക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരല്ല കേരളം ഭരിക്കുന്നത്, കോൺഗ്രസ്സുകാരാണ്. അല്ലെ, പിന്നെ BJPയുടെ മുഖ്യ അജണ്ട എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ അജണ്ട. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ ഇവര് എങ്ങനെയാണ് പിന്നെ കോൺഗ്രസിനെ ഇവര് സാമ്പത്തികമായി സഹായിക്കുന്നത്? ഉള്ള ഫണ്ട് പോലും കൊടുക്കാതിരിക്കും. ഉള്ള ഫണ്ട് പോലും തടഞ്ഞു വെക്കപ്പെടും. ഇവിടെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിമാരും നടത്തിക്കൊണ്ടിരിക്കുന്ന എഫർട്ട് ആ രീതിയിലാണ്. ഇപ്പൊ തന്നെ സിസ തോമസിനെ വീണ്ടും അപ്പോയിന്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ വിവാദത്തിലേക്ക് പോവാണ്. അത് പാർട്ടിക്കകത്ത് ഭിന്നത ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ സർവകലാശാലകളെല്ലാം ഇവിടെ ഭിന്നിച്ചു നിൽക്കുകയാണെന്നും കേരളത്തിലെ സർവകലാശാലയിൽ കൃത്യമായി എക്സാമിനേഷൻസ് പോലും നടക്കുന്നില്ല, കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്നു. ആരാണ് പറഞ്ഞുകൊണ്ട് നടന്നത്? ഇതേ UDF ആണ് പറഞ്ഞുകൊണ്ട് നടന്നത്. ഇവിടെ കുട്ടികളുടെ പരീക്ഷ കൃത്യസമയത്ത് നടത്തുന്നില്ല. എന്തുകൊണ്ടാണ്? ഗവർണറും സർക്കാരും തമ്മിൽ പോര് നടക്കുന്നതുകൊണ്ട് കുട്ടികളുടെ ഭാവി അവതാളത്തിലേക്കാവുന്നു. അത് സ്വാഭാവികമായി അതിനെ പരിഹരിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിന്റെ കടമയാണ്. അതെങ്ങനെ പരിഹരിക്കാം? ഇപ്പൊ ഇതിനെ എന്താ പറയുന്ന ഗവർണറുടെ മുമ്പിൽ സംസ്ഥാനത്തെ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ യൂണിവേഴ്സിറ്റികളെ കൊണ്ടുവന്ന് അടിയറ വെച്ചു എന്നാണ് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാദം. തെറ്റല്ലേ? ഇവിടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള കുട്ടികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ പ്രശ്നങ്ങളില്ലാതെ അവരുടെ അക്കാഡമിക് ഇയർ കൃത്യമായി പരിപാലിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടല്ലേ ഒരു സർക്കാർ സംവിധാനം പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഇവിടെ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരുന്നാലോ ആ കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാവും. അല്ലെ, ഓരോ കുട്ടികളുടെ ഇപ്പൊ ഓരോ രക്ഷിതാക്കളും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണെന്നേ. തന്റെ മോനെ ഡിഗ്രിക്കോ അല്ലെങ്കിൽ PhDക്കോ അയക്കുന്ന സമയത്ത് അവൻ കൃത്യമായി പഠിച്ച് അതിന്റെ റിസൾട്ടുമായി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ രക്ഷിതാക്കളും. അപ്പൊ അങ്ങനെയുള്ള രക്ഷിതാക്കളുടെ കണ്ണിലേക്ക് എന്തിനാണ് നമ്മൾ കരട് വാരിയിടുന്നത്? അപ്പൊ ഇവിടെ ഉണ്ടാക്കിയ ഒരു നീക്കുപോക്ക് അത് മാത്രമാണ്.
കാര്യം വൈസ് ചാൻസലർമാരില്ലാതെ യൂണിവേഴ്സിറ്റികളിൽ എത്ര കാലം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയും? അത് പറ്റില്ല. അതിന് സംസ്ഥാന സർക്കാർ തന്നെ സുപ്രീം കോടതിയുടെ വിധി വരുന്നവരെ കാത്തിരിക്കാൻ കഴിയുമോ? അതും പറ്റില്ല. ആ സാഹചര്യം ഉണ്ടായപ്പോൾ കൃത്യമായ നിലപാട് സർക്കാർ സ്വീകരിച്ചു. എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടെങ്കിൽ പോലും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മുടക്കം ഉണ്ടാകാൻ പാടില്ല. ഇനി ഈ പറയുന്ന പോലെ ആളുകളെ സംഘപരിവാറിസത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ ചെറുക്കാനുള്ള മാർഗം സംസ്ഥാനത്തിന് അറിയാവുന്നേ, സർക്കാരിന് അറിയാം. എങ്ങനെ അത് സംഘപരിവാർ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു PM ഉഷ പോലുള്ള പദ്ധതി ഉണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്. എന്തുകൊണ്ടാണ് PM ഉഷ ഇവിടെ നടപ്പിലാക്കിയ സമയത്ത് UDF ബഹളം വെക്കായിരുന്നത്? അന്ന് ബഹളം വെച്ചുകൂടായിരുന്നു. എന്നിട്ട് ബഹളം വെച്ചില്ല. കാരണം എന്താ? നമുക്ക് യൂണിവേഴ്സിറ്റി കിട്ടേണ്ട ഗ്രാന്റുകൾ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബഹളം ഉണ്ടാക്കുക, അല്ലെങ്കിൽ UDF പിന്നെ ഇതിന് അനങ്ങായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാവി കൂടി നോക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ലേ? വിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 2016 വരെയുള്ള കാലം കൊണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. പുസ്തകം കിട്ടുന്നില്ല, പരീക്ഷ നടത്തില്ല, യൂണിഫോം ഇല്ല, ആകെപ്പാടെ പ്രതിസന്ധിയല്ലേ? ലാഭകരമല്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു. ഈ നിലയിലേക്ക് വരെ കേരളത്തിലെ സ്കൂളുകൾ മാറിക്കൊണ്ടിരുന്നിടത്ത് നിന്നാണ് ഇന്ന് സ്കൂളുകളെല്ലാം ഹൈടെക് എന്ന് പറയുന്ന നിലയിലേക്ക് എത്തിയത്. അത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമുണ്ട്. അത് ഉന്നത വിദ്യാഭ്യാസമാണെങ്കിലും വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിൽ പോലും അതിൽ അവിടെ രാഷ്ട്രീയം കളിച്ചിട്ട് കാര്യമില്ല. അവിടെ പിന്നെ ഈ പറയുന്ന പോലെ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങള് പിന്നെ പഴയ പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന ഭയങ്കര നീതിബോധമുള്ള കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ അങ്ങനെ ഒരു കാര്യമല്ല. ഒരു സർക്കാരാണെങ്കിൽ ഉത്തരവാദിത്തത്തോട് കാര്യങ്ങൾ നീക്കണം. ഇത് UDF സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും പഴയ മാമൂലുകളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇയാളുടെ ജോസ് കെ മാണിയുടെ ഒരു പത്രപ്രസ്താവനയ്ക്കിടയ്ക്ക് പറയുന്നത് വെള്ളം കോരുന്ന കാര്യം പറഞ്ഞു. എന്തിനാ വെള്ളം കോരുന്ന? ആ പഴയ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഡ്രിപ്പ് ഇറിഗേഷൻ അടക്കമുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഇന്നുണ്ട്, അത് നടത്തിയാൽ പോരെ? അപ്പൊ എന്ന് പറയുന്ന പോലെ ഇന്ന് എന്താണ് എന്നുള്ളത് അനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ശരിക്കും ഒരു ഭരണകൂടം ഉണ്ടാകുന്നത്. ആ ഭരണകൂടം അതനുസരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇതിനെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരുപറ്റം ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുകയുള്ളൂ. അപ്പൊ അതിനകത്ത് പിന്നെ വെള്ളം ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയമല്ല നോക്കേണ്ടത്, കുട്ടികളുടെ ഭാവിയാണ് നോക്കേണ്ടത്. അതാണ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് നമുക്ക് പലരും പറയുന്നത് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവരിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്നൊരു ചോദ്യം പണ്ട് മുതലേ വരുന്നുണ്ട്. കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ്? അന്നുണ്ടായ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്. കമ്പ്യൂട്ടർ വരുന്നതോടുകൂടി നമ്മുടെ ജോലി, അതായത് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വന്നു. പിന്നീട് ഈ കാര്യം നമ്മുടെ ദൈനംദിന ആവശ്യത്തിന്റെ ഭാഗമായി ഒരു കമ്പ്യൂട്ടർ മാറിക്കഴിഞ്ഞപ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന തല നമ്മളുടേതാണ് എന്നൊരു ചിന്താഗതി തിരിച്ച് ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്തു. പലതും അങ്ങനെ തന്നെയാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. പലതിനെ ആദ്യം നമ്മൾ എതിർത്തുകൊണ്ട് പിന്നെ നമ്മൾ അതിനെ തിരിച്ച് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് കരുതി നമ്മളെ കൊണ്ടുവരും. നമുക്ക് എല്ലാവർക്കും അറിയാം, റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കുന്ത്രാണ്ടമാണ് മൊബൈൽ ഫോൺ. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കും. നമ്മൾ പിന്നെ അതിലേക്ക് പോകുന്നതോറും നമുക്ക് ആ മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം കാരണം നമ്മുടെ കണ്ണുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നു. നമ്മളല്ലാതെ ആരോഗ്യപരമായി മറ്റൊരു തലത്തിലേക്ക് എത്തും എന്നുള്ള വിവരങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ന് എല്ലാ ചാനലുകളും അടക്കം ചെയ്യുന്ന എന്താ? മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഇന്ന് ഒരു ചാനലിന്റെ ബാർക്ക് റേറ്റിംഗിനേക്കാൾ അപ്പുറം ആളുകൾ ചിന്തിക്കുന്നത് ഇന്ന് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോക്ക് യൂട്യൂബിൽ എത്ര വ്യൂവർഷിപ്പ് കിട്ടിയെന്നാണ് ചിന്തിക്കുന്നത് അല്ലെ? ഈ യൂട്യൂബ് കാണുന്നവരെല്ലാം വീട്ടിലെ സ്മാർട്ട് TV ഓൺ ചെയ്ത് വെച്ചിട്ട് കാണുന്നവരാണോ? അല്ല, ഫോണിലാണ് കാണുന്നത്. അപ്പൊ കാലക്രമേണ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായി വന്നുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അത് പ്രത്യയശാസ്ത്രത്തിലും അതിനകത്ത് കാർൽ മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മാറ്റമില്ലാത്തതേ ഒന്നേ ഉള്ളൂ, അത് മാറ്റമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം കാലഘട്ടത്തിനനുസരിച്ച്. അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റമാണ് ഇടതുപക്ഷത്തിനും ഉണ്ടായിരിക്കുന്നത്. അപ്പം ഒരു സംസ്ഥാനത്തിന്റെ ആവശ്യം ഇന്ന് ഈ പറയുന്ന നിങ്ങളെല്ലാവരും ബസ് KSRTC അടച്ചുപൂട്ടി. ഞങ്ങൾ പണ്ട് കാലത്ത് KSRTC യാത്ര ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ ബസ്സുകൾ ഓടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു സർക്കാർ വന്നു കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ച് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാ, ഞങ്ങൾ നടന്നു പൊക്കോളാം, അല്ലെ കാളവണ്ടി യൂത്തിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നൊരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യൂ? ഇല്ല. അവർക്ക് വേണ്ടത് അതിവേഗ റെയിലുകളാണ്. അതിവേഗത്തിൽ യാത്ര ചെയ്യണം. അവർ വാഹനം മേടിച്ചിട്ടിരിക്കുന്ന ഇന്ന് പണ്ട് കാലത്ത് 60 കിലോമീറ്റർ സ്പീഡിൽ അല്ലെങ്കിൽ 40 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനമാണെങ്കിൽ ഇന്ന് മാറി. ഇന്ന് 100 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന വാഹനങ്ങളാണ് ഇന്ന് എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത്. അവർക്ക് ആ റോഡിൽ ഇറക്കണം, നിരത്തിൽ ഇറക്കണം അല്ലെ? അവർക്ക് ആ വാഹനത്തിൽ യാത്ര ചെയ്യണം. എനിക്ക് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ വേഗത്തിൽ യാത്ര സാധ്യമാകണം. അപ്പോൾ ആ രീതിയിലേക്ക് ജനങ്ങൾക്കിടയിൽ ആ മാറ്റത്തെ മനസ്സിലാക്കിക്കൊണ്ട് മാറ്റത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം ശരിക്കും ഒരു ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനെ എതിർക്കാൻ വേണ്ടി UDF ഉണ്ട്.
ഇതൊന്നും അല്ല. എന്നിട്ട് പറയാണ് പിന്നെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പിണറായി വിജയൻ രാജിവെക്കണം, എം വി ഗോവിന്ദൻ രാജിവെക്കണം എന്നൊക്കെ പറയുന്നത്. എന്തിനാ പിണറായി വിജയൻ രാജിവെക്കുന്നത്? ഇക്കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ക്രോഡീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അത് അവരുടെ UDF-ന്റെ പാരമ്പര്യം അങ്ങനെ ആയിരുന്നല്ലോ, തോൽക്കുക രാജിവെക്കുക. അത് തന്നെ ഇവിടെ വേണമെന്നാണ് അവരുടെ ആവശ്യം. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാണ് പറഞ്ഞത്, ചില ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോടലാണെന്നേ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ക്രോഡീകരിക്കണം. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ വരാൻ പോകുന്ന ഇനിയും നയിക്കാൻ പോകുന്ന ഒരു അല്ലെങ്കിൽ ഇനി അവതരിപ്പിക്കാൻ പോകുന്ന ഇടക്കാല ബജറ്റ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം രൂപരേഖകൾ തയ്യാറാക്കണം. ഇതൊക്കെ ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തമാണ്. രാജിവെച്ചൊഴിഞ്ഞു പോയാൽ ഈ പറഞ്ഞ ഒരു മുഖ്യമന്ത്രിക്ക് രാജിവെക്കാം. രാജിവെക്കുന്നതിനോടൊപ്പം സംഭവിക്കുന്നത് സ്വാഭാവികമായി ആ മന്ത്രിസഭ രാജിവെച്ചതിന് തുല്യമാണ് മുഖ്യമന്ത്രി രാജിവെക്കുന്നത്. ഇനിയും പിന്നെ മന്ത്രിസഭ പുനഃസംഘടന വരും, അതിന് ഇനി ഒരു മാസം എടുക്കും. ആരെയൊക്കെ പുതിയ മന്ത്രിമാരാക്കണം, ആരായിരിക്കണം പുതിയ മുഖ്യമന്ത്രി, ഇതൊക്കെ തീരുമാനം എടുത്തുകൊണ്ട് വരുമ്പോൾ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അവതാളത്തിലാവും. ഒരു തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന വേളയിൽ ഒരു പാർട്ടി ഈ രീതിയിലേക്ക് സ്വന്തം സംഘടനാ പ്രവർത്തനങ്ങൾ മാത്രം മെച്ചപ്പെടുത്താൻ വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? തെറ്റല്ലേ? ഇപ്പൊ UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുഴപ്പമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും ഒരുപോലെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. UDF ഈ പറയുന്ന കൃത്യമായി പാർട്ടി വോട്ടുകളിലേക്ക് കൃത്യമായ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് 7-7 എന്ന് പറഞ്ഞിട്ട് ജില്ലാ പഞ്ചായത്ത് നില അങ്ങനെ മെച്ചപ്പെടുത്തി നിൽക്കുന്നത്. എന്നിട്ടും ഈ വലിയ കൊടിയൂര വിജയം നേടി എന്ന് UDF അവകാശപ്പെടുമ്പോഴും UDF-ന് പരമാവധി കിട്ടിയിരിക്കുന്ന 80 സീറ്റുകളാണ്. 80 സീറ്റുകൾ മാത്രമാണ് അവകാശപ്പെടാൻ കഴിയുന്നത്. അപ്പോഴും അത് 78 എന്നും പറയാം, 80 എന്നും പറയാം ചിലരൊക്കെ. അപ്പം 80 സീറ്റ് കൂട്ടിക്കോളൂ, അപ്പോഴും 80 കിട്ടിയിട്ടുള്ളൂ. അവരുടെ എന്താണ്, അവർ 100 മുതൽ 110 സീറ്റ് വരെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും അതിലേക്ക് എത്തുവോ ഈ 80 എന്ന് പറഞ്ഞാൽ? ഇതിൽ പലതും പ്രാദേശികമായ വോട്ട് നിലകൾ കൂടി അതിനകത്ത് പരിഗണിക്കപ്പെടും എന്നുള്ളിടത്ത് എന്നിട്ട് പോലും ഈ പറയുന്ന 80 സീറ്റുകൾ മാത്രമാണ്, നിയമസഭാ സീറ്റുകളിൽ മാത്രമാണ് UDF മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. അപ്പോഴും ഇപ്പുറത്ത് നിപ്പുണ്ട് 60 വരെ നേട്ടം ഉണ്ടാക്കിയ ഇടതുപക്ഷം നിപ്പുണ്ട്. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ ഈസി അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഏതെങ്കിലും ഒരു അവസരത്തിൽ ആരെങ്കിലും രാജിവെച്ച് പോയിട്ടുണ്ടോ ഇവിടെ കേരളത്തിൽ? ഇല്ല. അപ്പം ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ എം വി ഗോവിന്ദൻ രാജിവെക്കണമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ രാജിവെക്കണോ എന്ന് പറയുന്ന ഒരു അഭിപ്രായത്തോടോ അല്ലെങ്കിൽ അങ്ങനെ ഉയർന്നു വരുന്ന ഒരു ആവശ്യത്തോടോ നമുക്കൊരിക്കലും ലോജിക്കലായിട്ട് ഒരു കേരളത്തിൽ താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നിന്ന് ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല.